വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ അകത്ത് വെച്ച ഒരാളിനെ ശിവൻ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അതിനുശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. പക്ഷേ ശാലിനി ഇറങ്ങുന്നില്ല. ശാലിനി അകത്ത് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, ഇനി ആർക്കൊക്കെയാടാ പരിചയപ്പെടേണ്ടത് എന്നിങ്ങനെ മറ്റ് 3 പേരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ആ റിസപ്ഷൻ ഉണ്ടായിരുന്ന 2 പേരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ശിവൻ ആകെ ഒരു ദേഷ്യത്തിൽ തന്നെയാണ്. എന്നിട്ട് ഇനി ഇവിടെ വെച്ച് വേണ്ട, ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞ് അതിലൊരാളിനെയും പിടിച്ചുകൊണ്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഒരു ജീപ്പൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവരുമായിട്ട് നല്ലൊരു ഹൈറ്റ് തന്നെ വീണ്ടും അവിടെ നടക്കുകയാണ്. അന്നേരം പക്ഷേ ഇടയ്ക്ക് വെച്ച് ശിവനാണെങ്കിൽ എല്ലാവരെയും പെരുമാറുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ അതിൽ ശിവൻ ഒന്ന് പതറുമ്പോൾ ഒരാൾ ശിവനെ കുത്തുന്നുണ്ട്. വയറ്റത്ത് നോക്കി ഇങ്ങനെ കുത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം ശിവനിങ്ങനെ ആകെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അത് പിന്നിൽ നിന്നുള്ളൊരിത് ശിവൻ പ്രതീക്ഷിക്കുന്നില്ല. അന്നേരം ശിവൻ ആ കുത്തിയവനാണെങ്കിൽ ഇങ്ങനെ കഴുത്തി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കി ഒരവശത ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സീനിൽ നിൽക്കുന്നതേ കാണിക്കുന്നുള്ളൂ. അവിടെ എന്ത് സംഭവിക്കുന്നു പിന്നീട് കാണിക്കുന്നില്ല. പക്ഷേ ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ അവിടെ ഒരു ജ്യോത്സ്യനെയൊക്കെ അവർ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ നേരത്തെ കണ്ടതല്ല, പുതിയൊരാളിനെയാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, സുസ്മിതയൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ ഇവിടെ എന്തൊക്കെയോ ദുർലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അതനുസരിച്ച് ഭാമ ഒരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തുകയാണ്. രാഘവൻ നായരും പിള്ളയും പൊന്നിയും ഭാമയും ഒക്കെ ഉണ്ട്. അന്നേരം അവർ ആ വിവാഹ വർഷത്തെക്കുറിച്ചൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അന്നേരം പിന്നെ ഈ ജ്യോത്സ്യം പറയുകയാണ്, അന്നത്തെ വിവാഹത്തിന് ഒരു ബലക്കുറവുള്ളതുപോലെ കഴിയുമെങ്കിൽ അവർ 2 പേരെയും കൊണ്ട് ഒന്നുകൂടി ഒന്ന് മാല ഇടിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ സമ്മതിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഭാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം വിഷ്ണു ഇവിടെ സ്ഥലത്തില്ലല്ലോ. അപ്പോൾ പക്ഷേ രാഘവൻ നായർ പറയുന്ന വിഷ്ണു ഉണ്ട്, വാർഷികമാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതെന്താകും എന്നുള്ളതും ഭാമ നോക്കി നിൽക്കുന്നുണ്ട്. ഈ 2 സീനാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ ശിവന് കാര്യമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇനി അവിടെ അവർ ശിവനെ ശിവനെ അവിടെ ജീവനാപത്ത് വന്നു എന്ന് കാണുമ്പോൾ അവർ ശിവനെ അവിടെ ഇട്ടിട്ട് പോകുമോ, അതോ വീണ്ടും ഇനി ശാലിനിക്ക് നേരെ തിരിയുമോ എന്താണെന്നുള്ളതാണ്. എന്തിനും തയ്യാറായിട്ടാണ് അവർ ആ ബൈക്കിൽ വന്നവരുടെ ആ ഒരു നിൽപ്പും ഭാവമൊക്കെ. പക്ഷേ ഇനി ഇവിടെ ശാലിനി ജില്ലാ കളക്ടറാണ് എന്നുള്ളത് അവിടെ പറയുമോ, അപ്പോൾ ഒരു ഭവിഷ്യത്ത് പ്രതീക്ഷിച്ച് പോകുമോ എന്നുള്ളതാണ്. എന്തായാലും അവിടെ അവർ ആ പാപനാശിനിയിലേക്കുള്ള യാത്ര അവിടെ മുടങ്ങുകയാണ് ചെയ്യുന്നത്. ശിവൻ എന്തായാലും ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ലേ നോക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ മുറിവിലൂടെ ചിലപ്പോൾ ശിവന് അത് യാത്ര മുടങ്ങുകയും ചെയ്യും. അപ്പോൾ അവർ തിരിച്ചു വരാനായിട്ട് ശിവൻ്റെ ചിലപ്പോൾ ഒരു കാരണമാവുകയായിരിക്കും ചെയ്യുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു വിഷ്ണുവിൻ്റെ ഹൃദയം ശിവനിൽ ഇരിക്കുന്നത് കൊണ്ട് എന്തായാലും അത് പെട്ടെന്ന് ശിവൻ എന്ന കഥാപാത്രത്തെ എന്തായാലും എൻ്റെ ആവത്തൊന്നുമില്ല. അതോടെ യാത്ര മുടങ്ങാനുള്ള ഒരു ഇതായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ചവർ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയോ അപ്പോൾ അവർ തിരിച്ചു വരികയായിരിക്കും. അങ്ങനെ നോക്കാം എന്താണെന്ന്. ഓക്കെ, താങ്ക് യു.